അരനൂറ്റാണ്ടായി തരിച്ചു കിടന്ന 30 സെന്റ് ഭൂമിയിൽ വാഴക്കൃഷി ആരംഭിച്ചു. ചേർത്തല നഗരസഭ 11-ാം വാർഡിലാണ് തരിച്ചു കിടന്ന 30 സെന്റ് ഭൂമിയിൽ വാഴക്കൃഷി ആരംഭിച്ചത്. കരപ്പുറം കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തുന്നത്. ചേർത്തല നഗരസഭ 11-ാം വാർഡിൽ പ്രവാസിയായ പ്രവീണിന്റെ സ്ഥലത്ത് 11-ാം വാർഡ് കൗൺസിലർ കൂടിയായ അജിയുടെ നേതൃത്വത്തിൽ ചേർത്തല നഗരസഭ കരപ്പുറം ഹരിത കാർഷിക കർമ്മസേനയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ 50 വർഷമായി തരിച്ചു കിടന്ന സ്ഥലത്ത് കൃഷിവകുപ്പിന്റെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള വാഴകൃഷിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം നിർവഹിച്ചു. തരിച്ചു കിടക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ പഴയ കാലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോ വീടുകളിലും ഇഷ്ടം പോലെ ആവശ്യത്തിലധികം നമ്മൾക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളെ ഒന്നും വിളിച്ചു വരുത്തേണ്ടതായിട്ടുള്ള ഒരാവശ്യവും ഇല്ലാതിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം നമ്മൾക്കുണ്ടായിരുന്നു. ചേന, ചേമ്പ്, വാഴ, അതുപോലെ തന്നെ ചീര, വെണ്ട, അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങൾ, നമ്മൾക്ക് നിത്യോപക സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതായിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം എല്ലാവരും വളരെ തിരക്കുള്ളതായിട്ടുള്ള മനുഷ്യരായി ജീവിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് കൃഷി ചെയ്യുവാനായിട്ട് താല്പര്യം പലർക്കും ഇല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ കൂടി നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഇവിടെ ഇന്നിപ്പം നമ്മൾ വാഴ വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ചെറുധാന്യത്തിൻ്റെതായിട്ടുള്ള വിളവുകളും നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളതായിട്ടുള്ള പച്ചക്കറികൾ, വെണ്ടയുണ്ട്, ചീരയുണ്ട്, മറ്റ് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള പച്ചക്കറികളടക്കം നമ്മുടെ ഈ ഭൂമിയിൽ ഏകദേശം 30 സെന്റ് സ്ഥലത്താണ് നമ്മളിവിടെ കൃഷി ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ചെറുധാന്യ കൃഷിയുടെ നടീൽ ഉദ്ഘാടനവും ഇതോടൊപ്പം നിർവഹിച്ചു. നഗരസഭയുടെ ഓരോ പ്രദേശത്തും കാർഷിക മുന്നേറ്റത്തിനായി കൃഷി വകുപ്പിന്റെ പദ്ധതിയായ ഫ്രൂട്ട് ക്ലസ്റ്റർ, ചെറുധാന്യ കൃഷി, ഇടവിള കൃഷികൾ എന്നിവ നന്നായി നടന്നു വരികയാണ്. വാർഡ് കൗൺസിലർ അജി സ്വാഗതം പറഞ്ഞു. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ നടന്ന പദ്ധതികളെക്കുറിച്ച് കാർഷിക കർമ്മസേന സെക്രട്ടറി VS ബൈജു വിശദീകരിച്ചു. കൗൺസിലർമാരായ അനൂപ് ചാക്കോ, ആശാ മുകേഷ്, സനീഷ്, ഗോകുൽദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.